ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസാണ്. സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ് നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് മെയിനായിട്ടുള്ളത്. ഒരു 80% ഓഫ് യുവർ സെക്കൻഡ് മൊഡ്യൂൾ VCRS ഓർ വാട്ട് വി കോൾ ദി സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. അതിനകത്ത് 5 കേസസ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ആ 5 കേസസിലത്തെ അല്ലെങ്കിൽ 5 ടൈപ്പിനകത്തെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഓർ ദി ടൈപ്പ് ഈസ് dry saturated vapor at the end of compression. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എങ്ങനെ ഈ ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യാമെന്ന് നോക്കാം. A vapor compression refrigerator works between the pressure limits of 60 bar and 25 bar. The working fluid is just dry at the end of compression and there is no undercooling of the liquid before the expansion valve. Determine the COP of the cycle and capacity of the refrigerator if the fluid flow at the rate of 5 kg per minute. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഒരു ഓൾറെഡി ടേബിൾ തന്ന ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി നമുക്ക് എക്സാമിന് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ദിസ് ടേബിൾ വിൽ നോട്ട് ബി ഗിവൺ ആൻഡ് യു വിൽ ഹാവ് ടു റെഫർ യുവർ റെഫ്രിജറേഷൻ ടേബിൾ ആൻഡ് ഫൈൻഡ് ദി ഡേറ്റ. ആ പ്രോസസ്സ് എങ്ങനെയാണ് ഞാൻ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. തൽക്കാലം ലെറ്റ്സ് ഡു ദിസ് പ്രോബ്ലം വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ടേബിൾ ദാറ്റ് ഇസ് ഗിവൺ. ഓക്കെ, സോ ഫസ്റ്റ് തിങ്, നിങ്ങൾക്കൊരു വേപ്പർ കംപ്രഷൻ്റെ പ്രോബ്ലം ആയാലും ഏത് പ്രോബ്ലം ആയാലും റെഫ്രിജറേഷനകത്ത് ഏത് പ്രോബ്ലം ആയാലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആൻഡ് ഓൾസോ അതിൻ്റെ ഒരു TS ആൻഡ് PH ഡയഗ്രാം വരയ്ക്കലാണ് ഫസ്റ്റ് തിങ്. സോ നമ്മൾക്ക് അത് തന്നെ ഇവിടെയും ചെയ്യാം. ലെറ്റ്സ് ഡ്രോ ദ TS ആൻഡ് PH ഡയഗ്രാം. ഓക്കെ, ടെമ്പറേച്ചർ എൻതാൽപ്പി ഡയഗ്രാം ആൻഡ് ദി pressure enthalpy diagram and the temperature entropy diagram. അത് വരയ്ക്കാം. ഓക്കെ, so this one over here is the TS diagram and this over here is the PH diagram. Yes, അപ്പോൾ ഈ ഡയഗ്രാം വരച്ചു. So this looks like this generally and this one looks like this. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഷേപ്പ്. സോ ഇതിനകത്ത് നമ്മൾക്ക് മാർക്ക് ചെയ്യുമ്പോൾ പോയിൻറ്റ്സ് ആദ്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് പോയിൻറ്റ്. ഓക്കെ, നമ്മൾക്ക് ആ ജനറൽ ഷേപ്പ് അറിയാം. ഇതിനകത്ത് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കും? ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഇസ് ജസ്റ്റ് ഡ്രൈ അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ. ആ ഒരു ടേമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റണം ഇതിനകത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈപ്പാണെന്നും ഇതിൻ്റെ TS ഡയഗ്രാം, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ TS ഡയഗ്രാം എങ്ങനെയായിരിക്കും വരാമെന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം 5 ടൈപ്പിനകത്ത് ഏത് ടൈപ്പാണെന്ന്. സോ നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനകത്ത് ഒട്ടും moisture content ഇല്ല. So it is not going to be in between or on this line over here. It's going to be on the saturated vapor line. 2 എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും. Okay, yes, and you also know that compression process which is 1, 2 is isentropic. അപ്പോൾ ഇത് നേരെ താഴത്തോട്ട് വരയ്ക്കുക, അതായിരിക്കും 1 എന്ന് പറയുന്നത്. Why did I do that? Because we know S1 is equal to S2. ഇതൊരു isentropic compression process ആണ്. Okay, and then you have നമ്മളുടെ pressure limits അല്ലേ. സോ ദ പ്രഷർ ലിമിറ്റ്സ് ആൻഡ് ദർ ഇസ് നോ അണ്ടർ കൂളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഡയഗ്രാം. അപ്പോൾ ബാക്കി എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഒരു കണ്ടൻസേഷൻ പ്രോസസ്സ് ഉണ്ട് ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ആവുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ഐസെൻതാൽപ്പിക് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ് ഉണ്ട് ആൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 4 ആൻഡ് ദിസ് ഇസ് 1. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോസസ് ഡയഗ്രത്തിൻ്റെ TS ഡയഗ്രാം. ഓക്കെ, വെറാസ് അപ്പോൾ പ്രഷർ ലൈൻസ് നമുക്കറിയാം 2 പ്രഷേഴ്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ വൺ ഇസ് എ ഹയർ പ്രഷർ 60 ബാർ ആൻഡ് വൺ ഇസ് എ ലോവർ പ്രഷർ വിച്ച് ഇസ് ദി 25 ബാർ. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ ഡയഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു കാര്യം അറിയാവുന്നത് ഐസെൻതാൽപ്പിക് ആണ്. വിച്ച് വൺ? ഐസെൻതാൽപ്പിക് പ്രോസസ്സാണ് നമ്മളുടെ 3-4 എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ദിസ്. 3-4 എന്ന് പറഞ്ഞ പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ നമ്മളുടെ 1 എന്ന് പറയുന്ന പോയിന്റ്, 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. ആൻഡ് ഐസെൻട്രോപിക് പ്രോസസ്സ് ഇങ്ങനെയാണ് കാണിക്കുക. സോ ഇൻ ടോട്ടൽ നമ്മളുടെ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ലുക്ക് ലൈക്ക് ദിസ്. One, 2, 3 and 4 ഇങ്ങനെയായിരിക്കും ഫിഗർ. സോ ദിസ് വുഡ് ബി 60 ബാർ ആൻഡ് ദിസ് വിൽ ബി 25 ബാർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് ആദ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നത് പ്രോസസ് കംപ്രഷൻ അല്ലേ,
കംപ്രഷൻ ആണ് പ്രോസസ് ജസ്റ്റ് 1 2. ഓക്കെ, അതിനെക്കുറിച്ച് എന്തറിയാം? S1 is equal to S2 എന്നറിയാം. ഓക്കെ, പിന്നത്തെ പ്രോസസ് കണ്ടൻസേഷൻ ആണ്. ഇത് ഞാൻ എല്ലാ പ്രോബ്ലത്തിനും പറയില്ല, അത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് മാത്രം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2 3 അതിനകത്ത് പ്രഷർ, അതായത് P2 is equal to P3 ആയിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കണ്ടൻസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി എക്സ്പാൻഷൻ പ്രോസസ്. ഓക്കെ, so the expansion process is process number 3 to 4. ആ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ H3 is equal to H4. enthalpy is a constant. and again നമ്മളുടെ refrigeration or say the evaporation അല്ലേ. refrigeration എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഒരു physical process എന്താണ്? evaporation is 4 to 1. അവിടെ എന്തായിരിക്കും? what is constant there? pressure again. P1 is equal to P4. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. now ഇനി നമ്മൾക്ക് ഡീകോഡ് ചെയ്യേണ്ടത്, let's see what is the question. what do you have to find? to find first thing, 1 COP of the cycle, and 2 capacity of the refrigerator if the fluid flow is at the rate of 5 kg per minute. Let me ask you all, or think of it, എന്താണ് capacity of a refrigeration? What is the unit of capacity of refrigeration? It is ton refrigeration അല്ലേ. it is TR. അപ്പോൾ TR എത്ര ടൺ റെഫ്രിജറേഷൻ ആണ് ഇവിടുത്തെ കപ്പാസിറ്റി എന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? now let us go to doing the problem. അപ്പോൾ നമ്മൾക്ക് അറിയാം, നമ്മൾക്ക് ചിന്തിക്കാം COPനെ കുറിച്ച് നമ്മൾ എപ്പോഴും എന്താ പറയാറ്? ഇറ്റ് ഈസ് ദി ജസ്റ്റ് ലൈക്ക് ഇൻ ആൻ എഞ്ചിൻ. എന്താണെങ്കിലും ഒരു എഫിഷ്യൻസി എന്ന് പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ദി ഔട്ട്പുട്ട് ഓവർ ദി ഇൻപുട്ട്. ഒരു റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ എപ്പോഴും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദി റെഫ്രിജറേറ്റർ എഫക്റ്റ് അല്ലേ. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾ അതിനെ വേറെ ഔട്ട്പുട്ട് ഓവർ ഇൻപുട്ട് ആണ്. എന്തായിരിക്കും, എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്? റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലേ. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആണ്. അതിന് വേണ്ടി നമ്മൾ ഇൻപുട്ടായിട്ട് എന്താ കൊടുക്കുന്നത്? വർക്ക് ഓൺ കംപ്രസർ, വർക്ക് ഓൺ ദി കംപ്രസർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണെങ്കിലും ലൈക്ക് ഹൗ ക്യാൻ വി ഗെറ്റ് ദിസ്? ഇപ്പോൾ റെഫ്രിജറേറ്റർ എഫക്റ്റ് ആണെങ്കിലും വർക്ക് ഓൺ ദി റെഫ്രിജറേറ്റർ എഫക്റ്റ് ആണെങ്കിലും ഇതാണെങ്കിലും രണ്ടും എന്താ പറയുക, വർക്ക് ഡണ്ണിൻ്റെ ഒരു ഇതാണ് അല്ലേ. സോ വാട്ട് ഈസ് ഇറ്റ് ഗോയിങ് ടു ബി? രണ്ടും എൻതാൽപ്പിയുടെ ചേഞ്ച് ആയിരിക്കും. So what do you think is a change in enthalpy? refrigerator effect എവിടെയാണ് നടക്കുന്നത്? so refrigeration എന്ന് പറയുന്നത് 4-1 പ്രോസസ്സാണ്. so if you look at H, ഏതാണ് വലുത്? H1 ആണ് വലുത് അല്ലേ. this is your H1 and this so much is your H4. okay, അപ്പോൾ H1 minus H4 അത്രയാണ് refrigerator effect. what is your work done on the compressor? again it would be H2 minus H1. 1-2 അല്ലേ നമ്മളുടെ കംപ്രസറിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. സോ ഏതാണ് വലിയ വാല്യൂ? H2 മൈനസ് H1. ഓക്കെ, പിന്നെ ടൺ ഓഫ് റെഫ്രിജറേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ, അത് നമ്മൾക്ക് അവിടെ നിൽക്കട്ടെ. ലെറ്റ്സ് ഡു ദ COP ഫസ്റ്റ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ കണ്ടുപിടിക്കണം? യു നീഡ് ടു ഫൈൻഡ് H1, യു നീഡ് ടു ഫൈൻഡ് H4 ആൻഡ് യു നീഡ് ടു ഫൈൻഡ് ദി H2. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദിസ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഗിവൺ ഡേറ്റ ഇൻ്റെ ടേബിളായിട്ട് കുറച്ച് കോറിലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്താണ് ഈ H1 എന്ന് പറയുന്നത്? തിങ്ക് ഓഫ് H1. 1 എന്ന് പറയുന്ന പോയിന്റ് എന്താ? 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ ദി വെറ്റ് റീജിയൻ അല്ലേ. 1 എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത് വെറ്റ് റീജിയനിലാണ്. സോ ഇഫ് 1 is a point in the wet region, how do you find the enthalpy of 1? എന്തായിരിക്കും 1? എന്താ നമ്മൾ പഠിച്ചത്? അതായത് ഫ്ലൂയിഡ് ലൈനിൻ്റെ ഇവിടുത്തെ H, ഇതാണ് നമ്മൾക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ. എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഹയർ പ്രഷറും ലോവർ പ്രഷറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്കെ എൻതാൽപ്പീസും എൻട്രോപ്പീസുമാണ് തന്നിരിക്കുന്നത്. എന്ത് എൻതാൽപ്പി, എന്ത് എൻട്രോപ്പി? യെസ്, എന്ത് എൻതാൽപ്പി, എന്ത് എൻട്രോപ്പി? ലിക്വിഡ് ലൈനുമേലുള്ള എൻട്രോപ്പീസും ലിക്വിഡ് വേപ്പർ ലൈനുമുള്ള എൻട്രോപ്പീസും, സിമിലർലി ലിക്വിഡ് ലൈനിലുള്ള എൻതാൽപ്പീസും ലിക്വിഡ് ലൈനിലുള്ള എൻട്രോപ്പീസും, വേപ്പർ ലൈനിലുള്ള എൻതാൽപ്പീസും. ഓക്കെ, അതായത് ഈ 151 എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ കൺഫ്യൂഷൻ ആവുമെന്നാണ് സംശയം. സോ 60 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 151. ഞാൻ 151 മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. 151 എന്ന് പറയുന്നത് 60, ഇതിലത്തെ ഫ്ലൂയിഡ് പോയിന്റ് എന്താ? ലിക്വിഡ് പോയിന്റ്. സോ ദിസ് വൺ, ഇതാണ് 151.96.
സോ വാട്ട് ഇസ് 293.29? എക്സാക്ട്ലി. ഓക്കെ, ഇതായിരിക്കും ഈ പോയിന്റ് വരെ. ഇതാണ് 293.29 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് 56.32 എന്തായിരിക്കും? 56.32 എന്ന് പറയുന്നത് നമ്മളൊരു വേറെ കളറിൽ കാണിക്കുകയാണെങ്കിൽ 56.32 എന്ന് പറയുന്നത് ഇത്രയുമായിരിക്കും. 56.32. ആൻഡ് വാട്ട് ഇസ് 322.58 എന്ന് പറയുന്നത് ഇതിന് ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിരിക്കും. എത്രയാണത്? 322.58. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടിയ രണ്ട് വാല്യൂസ്. ഇനി അപ്പോൾ ഇത്രയും വാല്യൂ കിട്ടിയല്ലോ. ഇനി എന്താണ് നമ്മൾ നോക്കേണ്ടത്? 322. ഓക്കെ, ഇനി യെസ്, ടോക്കിംഗ് അബൌട്ട് H1, ഒരു വെറ്റ് റീജിയണിലുള്ള പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഇതുവരെയുള്ള വാല്യൂ പ്ലസ് എക്സ് ടൈംസ് എത്രയാണോ ഇതുവരെയുള്ള എക്സ് ഓഫ് 1 ടൈംസ് ഈ ഒരു ഡിഫറൻസ് വിച്ച് ഇസ് കോൾഡ് ദി HFG. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ പോയിന്റ്. സോ അതെങ്ങനെ കണ്ടുപിടിക്കും? സോ H1 is equal to HF lower pressure, HF lower plus X1 times HFG lower. Okay, so what is HF lower? 56.32 plus X1, അത് നമുക്കറിയില്ല, പ്ലസ് HFG. എന്താണ് HFG? HG lower minus HF lower. ഓക്കെ, സോ ഇത് നോക്കുമ്പോൾ 56.32 പ്ലസ് X1 ടൈംസ് HG lower. എന്താണ് HG lower എന്ന് പറയുന്നത്? 322.58. So that is going to be എന്തായിരിക്കും? 322.58 minus 56.58 minus 56.32. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വേഷൻ. അപ്പോൾ ഇത് നമ്മൾക്ക് എക്സ് കിട്ടാത്ത കാരണം ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എന്താണ് ഇതിനെക്കുറിച്ച് ഡീലായി. H4നെ കുറിച്ച് ആലോചിക്കാം. H4 എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? H4 is equal to H3 എന്ന് ഇവിടെ കിടക്കുന്നത് കണ്ടോ? H4 is equal to H3. അപ്പോൾ H4 is equal to H3 എന്ന് പറയും. ഇനി എന്താണ് ഈ H3 എന്ന് പറയുന്നത്? ഇതാണ് അല്ലേ? H3 എന്താ? ഈ ഫിഗർ നോക്കി ഒന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. H3 എന്ന് പറയുന്നത് ഫ്ലൂയിഡ് അറ്റ് ഹയർ പ്രഷർ അല്ലേ? 151.96 ആണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 151.96. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓക്കെ, H4 കിട്ടി. യെസ്, ഇനി H2നെ കുറിച്ച് എന്താ അറിയുക? H2നെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? H2നെ കുറിച്ച് നമ്മൾക്ക് പറയണമെങ്കിൽ H2 എന്താ? ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇറ്റ് ഈസ് ദി ഹയർ പ്രഷറിൽ കണ്ടോ ഇവിടെ കിടക്കുന്നത് 293.29 ആണ്. 293.29 ആണ്. യെസ്, അപ്പോൾ നമ്മൾക്കിപ്പോൾ അറിയാത്തതായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? നമ്മളുടെ H1 മാത്രം അറിയാത്തതുള്ളൂ. അപ്പോൾ അവിടെയാണ് ഒരു കൺഫ്യൂഷൻ. എങ്ങനെ ഈ H1നെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾക്ക് വേറെ എന്ത് ഡാറ്റ ഉപയോഗിക്കാത്തത് നോക്കാം. അപ്പോൾ P2 = P3, P1 = 4 നമ്മൾക്ക് അറിയാം, അത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഒരു ഡേറ്റ ഇവിടെ ഉണ്ട്. ഞാനിവിടെ ഈ പിങ്ക് കളറിൽ കാണിക്കുന്ന ഡേറ്റനെ കുറിച്ച് നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് നോക്കാം. S1 is equal to S2. എന്താണ് ഈ S1 is equal to S2? അതും H1ഉമായിട്ട് എന്താ ബന്ധം? ഇതും H1ഉമായിട്ട് എന്താ ബന്ധം? അത് നോക്കാം. ഈ S1 is equal to S2 എന്ന് പറഞ്ഞാൽ S1 എന്താണെന്ന് പറയാൻ പറ്റും. ഇതാണ് S1ൻ്റെ ഡയഗ്രാം അല്ലേ? S1 എന്താണ്? S1 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതുപോലെ തന്നെ ഒരു മിഡിൽ കിടക്കുന്ന ഒരു പോയിന്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തായിരിക്കും? S1 is equal to SF lower plus X1 times SFG lower. ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇനി S2 എന്താ? S2നെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് പറയാനുണ്ട്. കാരണം S2ൻ്റെ വാല്യൂ നമ്മൾക്കിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതാണ് S2 എന്ന് പറയുന്നത്. അതായത് 1.0332.
ഓക്കെ 1.0332 അത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ എസ് എഫ് ലോവറും എസ് എഫ് ജി ലോവറും എന്ന് നോക്കാം. എന്താണ് എസ് എഫ് ലോവർ ആയിരിക്കാം? 0.226 കറക്റ്റ് അല്ലേ? 0.226 പ്ലസ് x1 ടൈംസ് എന്തായിരിക്കും എസ് എഫ് ജി എന്ന് പറയുന്നത്? 1.2464 minus 0.226 is equal to 1.0332. ഇതിൽ നിന്ന് നമ്മൾ x1 കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചൂടെ ഇല്ലേ? അപ്പോൾ S1 is equal to S2. ഇതിൽ നിന്നും നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മളുടെ x1 കണ്ടുപിടിക്കാം. സോ x1 എന്ന് പറയുന്നത് നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ you will be getting x1 to be equal to എന്തായിരിക്കും എന്ന് വെച്ചാൽ 0.791. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? ഹൗ ഡു യു തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ ഫൈൻഡിങ് യുവർ H1ൻ്റെ ഇക്വേഷനിൽ നമ്മൾക്ക് അൺനോൺ ആയിട്ട് എന്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ? ഒരു x1 മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഈ x1നകത്ത് നമ്മൾ ഈ 0.79 ഇട്ട് കൊടുക്കുമ്പോൾ H1 എന്ന് പറയുന്നത് നമ്മൾക്ക് 266.93 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ H1. അപ്പോൾ ഇത് H1 ആണെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾക്ക്? ഇത് H1 ആണ്. സോ ദിസ് ഇസ് 260.93. എല്ലാം കിട്ടിയില്ലേ? നമുക്ക് COP കാണാനുള്ള എല്ലാം കിട്ടിയില്ലേ ഇപ്പോൾ? സോ ഇത് COPനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യുവർ COP ഇസ് ഗോയിങ് ടു ബി എന്തായിരിക്കും എന്ന് വെച്ചാൽ 4.36 എന്ന് കിട്ടും. എല്ലാവരും ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് യുവർ ഫസ്റ്റ് ആൻസർ. Now let's talk about the capacity of the refrigeration. നമ്മൾക്ക് capacity of refrigeration നെ കുറിച്ച് നോക്കാം. Capacity of refrigeration. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന എന്തോ കണ്ടുപിടിച്ചില്ലേ നമ്മൾ? റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായിരുന്നു? അതിൻ്റെ യൂണിറ്റ് എന്താ? റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിൻ്റെ യൂണിറ്റ് എന്താ? എഫക്റ്റ് വിച്ച് വാസ് കാൽക്കുലേറ്റഡ് ബൈ H1 minus H4. അതിൻ്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എന്താ തന്നിരിക്കുന്നത്? യൂണിറ്റ് എന്താ? കിലോ ജൂൾ പെർ കിലോഗ്രാം അല്ലേ? സോ വാട്ട് വാസ് H1 minus H4? ദാറ്റ് വാസ് ഈക്വൽ ടു 114.97. 114.97 കിലോ ജൂൾ പെർ കിലോഗ്രാം. നമ്മൾക്ക് ടൺ റെഫ്രിജറേഷനിലാണ് വേണ്ട അല്ലേ? ടൺ റെഫ്രിജറേഷനിലാണ് വേണ്ടത് സംഭവം. അപ്പോൾ ഇത് ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം. നമ്മൾക്ക് what is your flow of refrigerant rate kilogram per minute? So it is flow rate of refrigerant is 5 kilogram per minute. Appo if you multiply both of this, what do you get? Refrigerating effect and flow rate 5 kilogram per minute times 114.97 kilojoule per kilogram. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിലോഗ്രാം വെട്ടിപ്പോയിട്ട് യു ഗെറ്റ് 5 times 114.97 കിലോ ജൂൾ പെർ മിനിറ്റ്. ഇത് കാണുമ്പോൾ എന്തൊക്കെയോ ഓർമ്മ വരുന്നില്ലേ? കിലോ ജൂൾ പെർ മിനിറ്റ് കിട്ടിയ കിലോ ജൂൾ പെർ സെക്കൻഡ് എങ്ങനെയാക്കാം? 5 into 114.97 കിലോ ജൂൾ ഡിവൈഡഡ് ബൈ 60 പെർ സെക്കൻഡ് ആയി. ഓക്കെ, കിലോ ജൂൾ പെർ സെക്കൻഡ് കിട്ടി അല്ലേ? വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് കിലോ വാട്ട്. Okay, what is the relation between ton refrigeration and kilowatt? Appo 1 ton refrigeration is equal to 3.5 kilowatt. Yes, so ee sambavathine pidichu endu cheyanam? 3.5 alle. So therefore ton refrigeration is equal to 5 times 114.97 divided by 60 times 3.5. Okay, so atrayum 2.74 ton refrigeration would be your answer. Okay, ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, ചെയ്തു നോക്കുക, എന്നിട്ട് നമുക്ക് ഇതിനെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ ഉണ്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ യു വുഡ് ഹാവ് എ ബെറ്റർ. അപ്പോൾ ആദ്യം തന്നെ ആ ടേബിൾ ഒന്ന് എഴുതി വയ്ക്കാം, ഫിഗറിൽ മാർക്ക് ചെയ്യാനും നോക്കുക, എന്നിട്ട് ഗോ അഹെഡ്. 20 minutes വീഡിയോ ആണ്, ചെയ്തു നോക്കുക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.